ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ ഫ്രീ ഇംഗ്ലീഷ് കാലിഗ്രാഫി കോഴ്സിൻ്റെ ലെസൺ 2 ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട്, അതായത് ഈ ഒരു കാലിഗ്രാഫി നമുക്ക് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ് ഇന്നത്തേത്. അപ്പോൾ ഇതിൽ വരുന്നത് ബേസിക് സ്ട്രോക്കാണ്. അപ്പോൾ എന്താണ് ബേസിക് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ, ഓരോ ലെറ്റർ ഫോം ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബേസിക് സ്ട്രോക്കുകൾ ചേർന്നിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് അപ്പ് സ്ട്രോക്കാണ് കേട്ടോ. ഈ അപ്പ് സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ലെസണിൽ പഠിച്ചിരുന്നു, മേലേക്ക് പോകുമ്പം തിന്നായിട്ട് പ്രഷർ കുറച്ച് വരയ്ക്കണം, താഴോട്ടേക്ക് വരുമ്പോൾ തിക്കായിട്ട് വരയ്ക്കണം അല്ലേ. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഡൗൺ സ്ട്രോക്ക്. ഇത് നമ്മൾ തിക്കായിട്ട്, അതായത് പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതാണ് ഡൗൺ സ്ട്രോക്ക്. നെക്സ്റ്റ് വരുന്നത് ഓവർ ടേൺ ആണ്. അതായത് മേലോട്ടേക്ക് പോയിട്ട് താഴോട്ടേക്ക് വരുമ്പോൾ നമുക്ക് തിന്നും തിക്കുമായിട്ടുള്ള കോമ്പിനേഷൻ കിട്ടും. ഓക്കെ, കണ്ടോ? ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഇത് മേലോട്ടേക്ക് പോകുന്നു, താഴോട്ടേക്ക് വരുമ്പോൾ. അപ്പോൾ മേലോട്ടേക്ക് പോകുമ്പോഴുള്ള റൂൾ എന്താണ്? പ്രഷർ കൊടുക്കണം, തിന്നായിട്ട് വരണം അല്ലേ. താഴേക്ക് വരുമ്പോൾ തിക്കായിട്ട് വരണം. എന്ത് വേണം? പ്രഷർ അപ്ലൈ ചെയ്യണം. അപ്പോൾ അതേ റൂൾ എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. പ്രഷർ ഈ ഒരു ഭാഗത്ത് നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ ഒരു കോഴ്സിനെ കുറിച്ച് ഒന്നും കൂടെ പറഞ്ഞുതരാം. ഇത് നമ്മൾ വാട്സപ്പ് ത്രൂ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു ക്ലാസ്സാണ്. അത് കംപ്ലീറ്റ്ലി നമ്മുടെ കോഴ്സ് ഉണ്ടാവും. ജസ്റ്റ് ഒരു ഫ്രീ കോഴ്സ് എന്ന് കരുതിയിട്ട് ജസ്റ്റ് 2-3 ക്ലാസ്സുകളൊന്നും അല്ല, കംപ്ലീറ്റ് ക്ലാസ് ഉണ്ടാവും. അതുപോലെ തന്നെ കറക്റ്റ് ഫോളോ ചെയ്തിട്ട് കംപ്ലീറ്റ് ആക്കുന്നവർക്ക് ഇതിൻ്റെ സർട്ടിഫിക്കറ്റും നൽകുന്നതാണ് കേട്ടോ. അടുത്തത് അണ്ടർ ടേൺ ആണ്. ആദ്യം നമുക്ക് താഴോട്ടേക്ക് മൂവ്മെൻറ്റ്, പിന്നെ മേലോട്ടേക്ക് മൂവ്മെൻറ്റ്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നു പോയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ എഴുതിയിട്ടുള്ള ഈ ഒരു ഓവൽ വരെയുള്ള സ്ട്രോക്കുകൾ, അതിന് എല്ലാത്തിനും നമ്മൾ ഈ 2 ലൈൻസാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. 2 ലൈൻ, 2 കള്ളി. ഓക്കെ, ഇത് ഞാൻ ഓവർ ടേൺ, കോമ്പൗണ്ട് കർവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കണ്ടോ ഞാൻ എഴുതണത്, രണ്ടും കൂടെ കോമ്പിനേഷനായിട്ട് വരുന്നതാണ് കേട്ടോ. ഓവർ ടേണും അണ്ടർ ടേണും ഒരുമിച്ച്. ഇനി അടുത്തത് ഓവലാണ്. ഓവൽ എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഏത് സ്ട്രോക്കുകൾ മേലോട്ടേക്ക് മൂവ് ചെയ്യുമ്പോഴും അത് തിന്നും, താഴോട്ടേക്ക് വരുമ്പോൾ തിക്കുമായിരിക്കും. അതെങ്ങനെ എവിടെ വന്നു കഴിഞ്ഞാലും അതേ റൂള് ഫോളോ ചെയ്താൽ മതി. ഇനി അടുത്തത് അസെൻഡിങ് ലൂപ്പാണ് കേട്ടോ. ഈ ഒരു അസെൻഡിങ് ലൂപ്പ് വരുന്നത് ഇങ്ങനെയാണ്. നമുക്ക് 2 ബോക്സ് വേണം, അതായത് 2 പാർട്ടീഷനായിട്ട്, അതായത് 1, 2, 3, 4 കോളംസ് വരും. അപ്പോൾ ഇതിൻ്റെ ഗേറ്റ് ലൈൻ റൂളുകൾ ഞാൻ അടുത്ത ക്ലാസ്സിലാണ് പറഞ്ഞുതരാം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്യട്ടോ. നമുക്ക് ഗേറ്റ് ലൈൻ റൂളുണ്ട്, അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും ഡിസ്കഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അസെൻഡിങ് ലൂപ്പ്. ഇനി അടുത്തത് വരുന്നത് ഡിസെൻഡിങ് ലൂപ്പാണ്. ഡിസെൻഡിങ് ലൂപ്പ് നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കുക. ഇവിടെയും 2 കോളംസാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഹോംവർക്ക് ചെയ്യുക. ഹോംവർക്ക് എന്ന് പറയുന്നത് ഈ ഓരോ ബേസിക് സ്ട്രോക്കും ഒരു 20 ടൈംസ്